Welcome to Blessing Today Morning Glory. ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിലേക്ക് സ്വാഗതം. Today we are going to continue with the privileges of the anointing. അഭിഷേകത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് അതാണ് ഞാൻ വീണ്ടും തുടരാൻ പോകുന്നത്. Hallelujah. ഹല്ലേലൂയ. And as we progress, I believe all these privileges you are going to enjoy. നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഈ ഓരോ നേട്ടങ്ങളും നമ്മൾ ആസ്വദിക്കാൻ പോകുകയാണ്. Or rather you are getting that privilege card from heaven. മറ്റൊരു തരത്തിൽ പറഞ്ഞ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വർഗ്ഗത്തിൽ നിന്നുള്ള പ്രിവിലേജ് കാർഡുകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. And if you missed the previous episodes, they are in YouTube. Go back, watch it, take down the notes and receive more and more. അത് മാത്രമല്ല ഈ എപ്പിസോഡുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിറകിലേക്ക് പോവുക, അതെടുക്കുക, കാണുക, കേൾക്കുക, എഴുതിയെടുക്കുക, അഭിഷേകം പ്രാപിക്കുക. And if you are not selfish, just forward the links to all the people with whom you are in contact. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും സെൽഫിഷ് അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഈ ഇതിന്റെ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കുക. Hallelujah. ഹല്ലേലൂയ. Who are the sponsors of today's episode? ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നത് തിരുവല്ലയിൽ നിന്ന് മിനിയാണ് ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സ്പോൺസർ. Oh, thank you so much, Minnie. കർത്താവേ, മകൻ ജോഷുവയ്ക്ക് മാനസികവും ശാരീരികവുമായ പൂർണ്ണ വിടുതൽ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ യേശുവിനെ യഥാർത്ഥ രക്ഷിതാവായി സ്വീകരിക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ്റെ നല്ല വിദ്യാഭ്യാസത്തിനും അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കുമായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടുത്ത നമ്മുടെ സ്പോൺസർ മുംബൈയിൽ നിന്ന് റേച്ചൽ തോമസ് ആണ്. Thank you so much, Rachel. കർത്താവേ, അങ്ങയുടെ കൃപ, സംരക്ഷണം, ദൈവിക സാന്നിധ്യം ഭവനത്തിലും ഹൃദയത്തിലും നിറയപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകളുടെ ജീവിതത്തിൽ ദൈവഹിത പ്രകാരമുള്ള വഴിത്തിരിവ് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകന്റെ കുടുംബജീവിതം ദൈവസ്നേഹത്താൽ അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. താങ്ക് യു ലോർഡ്. അടുത്ത നമ്മുടെ സ്പോൺസർ ഒരു വെൽവിഷറാണ്. ഇന്ന് അവരുടെ ജന്മദിനമാണ്. Thank you so much and many happy returns of the day. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകൻ്റെ വിവാഹം അനുഗ്രഹിക്കപ്പെടുവാൻ, മകൾക്ക് OET എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ, കുടുംബത്തിൻ്റെ ആത്മീയ വളർച്ചയ്ക്കായി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിൻ്റെ മഹത്വരമായ പ്രവൃത്തി, അനുഗ്രഹിക്കപ്പെട്ട പ്രവൃത്തിയെ തന്നെ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അങ്ങനെ ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. Amen. ആമേൻ. Special thanks to today's sponsors. ഇന്നത്തെ സ്പോൺസേഴ്സിനോടുള്ള പ്രത്യേകമായി നന്ദി. And someday or other you can also be a part of this ministry. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ സാധിക്കും. You can collect the details from the screen. സ്ക്രീനിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ സാധിക്കും. Amen. Amen. Let us worship the Lord. ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫ ഒമേഗ, ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, ആദ്യൻ അന്ത്യൻ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനും അവൻ മാത്രമേ. രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവൻ അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യേശുവിന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും.
അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവൻ ആദ്യൻ അന്ത്യൻ. Amen. The sixth privilege of the anointing. ആറാമത്തെ ഈ അഭിഷേകത്തിന്റെ ആറാമത്തെ നേട്ടം എന്നുള്ളത് Your burdens are lifted. നിങ്ങളുടെ ഭാരങ്ങൾ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. Isaiah chapter 10 verse number 27. യെശയ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാമത്തെ വചനം. Let us read that verse, and if you have your Bibles, just open and you can also write down the Bible verses or the references. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ അധ്യായം തുറന്ന് നമുക്ക് ഒരുമിച്ച് വായിക്കാൻ സാധിക്കും. It shall come to pass in that day that his burden will be taken away from your shoulder, and his yoke from your neck, and the yoke will be destroyed because of the anointing oil. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. It was prophesied in another context, but the general principle I'm giving you. ഇവിടെ മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ വേദവചനം സംസാരിക്കുന്നതെങ്കിൽ കൂടിയും ഇതിനകത്തുള്ള പൊതുവായ ഒരു തത്വമുണ്ട്, അത് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുകയാണ്. This is the prophecy. It shall come to pass in that day his burden will be taken away from your shoulder. അത് പ്രവചനം ഇപ്രകാരമാണ്: അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്ന് നീങ്ങിപ്പോകും. And his yoke from your neck. അത് മാത്രമല്ല അവന്റെ നുകവും നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. And the yoke will be destroyed because of the anointing oil. ഇവിടെ മലയാളത്തിൽ പുഷ്ടി നിമിത്തം എന്നാണെങ്കിലും സത്യത്തിൽ അഭിഷേക തൈല നിമിത്തം നുകം തകർന്നു പോകും എന്നാണ്. And the last portion is translated in different ways. അവസാനത്തെ ഈ ഭാഗം പല വിധത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. And this translation says the yoke will be destroyed because of the anointing oil. ബ്രദർ ഡാമിൻ വായിക്കുന്ന ഈ ട്രാൻസ്ലേഷൻ പറയുന്നത് അഭിഷേക തൈല നിമിത്തം നുകം തകർന്നു പോകുമെന്നാണ്. So one of the privileges of the anointing or the anointing oil is that when you have the anointing oil poured on you, all the yokes will be destroyed. Amen. Hallelujah. അഭിഷേകത്തിൻ്റെ അടുത്ത നേട്ടങ്ങളിൽ ഒരു പ്രധാന നേട്ടം എന്ന് പറയാവുന്ന ഒന്നാണ് അഭിഷേക നിമിത്തം നുകം തകർന്നു പോകും. Hallelujah. Hallelujah. The previous portion says his burden will be taken away from your shoulder. അതിന്റെ തൊട്ട് മുന്നിലത്തെ ഭാഗത്ത് പറയുന്നുണ്ട് അവന്റെ ചുമട് തോളിൽ നിന്നും നീങ്ങിപ്പോകും. And then his yoke will be taken away from your neck. അതിനുശേഷം പറയുന്ന നുകം അവന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. But when the anointing oil is poured on you, the yoke will not be just removed, it will be completely destroyed. Amen. എന്നാൽ അഭിഷേക തൈലം ഒരുവനിൽ വന്നു കഴിയുമ്പോൾ ആ നുകം നീങ്ങിപ്പോവുകയല്ല സംഭവിക്കുന്നത്, അത് എന്നും എന്നേക്കുമായിട്ട് തകർന്നു പോവുകയാണ് സംഭവിക്കുന്നത്. Can you shout hallelujah? ചേർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാലും. So what are the burdens that you are carrying today? ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ ചുമന്നുകൊണ്ട് കിടക്കുന്ന ഭാരങ്ങൾ എന്തൊക്കെയാണ്? Sometimes in some homes the father passes away. ചിലപ്പോൾ ചില ഭവനങ്ങളിൽ അവരുടെ പിതാവ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. The eldest son or the eldest daughter may have a lot of burdens and responsibilities. എന്നാൽ ആ ഭവനത്തിലെ മൂത്ത പുത്രനോ അല്ലെങ്കിൽ ആ ഭവനത്തിലെ മൂത്ത പുത്രിക്കോ ആയിരിക്കും അതിന്റെ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും അതിന്റെ ഭാരങ്ങളും ഒക്കെ ചുമലിൽ വഹിക്കേണ്ടതായിട്ട് വരുന്നത്. And the widow also will be carrying a lot of burden. അത് മാത്രമല്ല ആ ഭവനത്തിലെ വിധവയും ഒത്തിരി ഭാരങ്ങൾ ചുമക്കുകയാണ്. There is one kind of burden, huge, heavy responsibilities. ഈ ഭാരങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റെടുക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളാണ്. There is one kind of burden. അത് ഒരു തരത്തിലുള്ള ഭാരങ്ങൾ. Sometimes huge debt, financial debt. ചില സമയങ്ങളിൽ വലിയ കടങ്ങളുടെ ഭാരങ്ങൾ. There is another kind of burden. അത് മറ്റൊരു തരത്തിലുള്ള ഭാരമാണ്. Sometimes this will be from the devil, demon spirits. ചില സമയങ്ങളിൽ
സാത്താനിൽ നിന്നുള്ള ചില കാര്യങ്ങളായിരിക്കും. It can also come like a yoke. അതൊക്കെ ഒരു നുകം പോലെ അവരുടെ ചുമലിലേക്ക് വരികയാണ്. When you are yoked, you are under the control of somebody else. നിങ്ങൾ ഇത്തരത്തിൽ ഒരു നുകത്തിന്റെ കീഴിലാകുമ്പോൾ നിങ്ങൾ ആരുടെയോ നിയന്ത്രണത്തിന് കീഴിലാവുകയാണ്. That person is going to control your whole life. നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ആ വ്യക്തിയാണ് പിന്നെ നിയന്ത്രിക്കുന്നത്. That power will be controlling the directions. ആ ശക്തിയാണ് അതിന്റെ ദിശയെ നിശ്ചയിക്കുന്നത്. Maybe you are controlled by such evil forces today. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പൈശാചിക ശക്തിയാൽ നിങ്ങൾ അധീനരായിട്ടുള്ള ഒരു And വ്യക്തിയായിരിക്കാം. maybe you are tormented by such evil spirits. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പൈശാചിക പ്രവർത്തനങ്ങളാൽ നിങ്ങൾ ഉപദ്രവമേൽക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം. Based on this verse, I am speaking to you. When the anointing oil is poured on you, all the yokes will not be just removed, they'll be completely destroyed. എന്നാൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ Yes. ഈ നുകം മാറിപ്പോവുകയല്ല ചെയ്ത് അതിനപ്പുറം അത് പൂർണ്ണമായിട്ടും തകർന്നു പോകും. Hallelujah. Hallelujah. And all the burdens will be lifted. അത് മാത്രമല്ല എല്ലാ ഭാരങ്ങളും ഇതാ എടുക്കപ്പെട്ടു പോവുകയാണ്. Hallelujah. Hallelujah. You will no more be carrying that burden. ഇനി അങ്ങോട്ട് നിങ്ങൾ ഈ ഭാരങ്ങൾ വഹിക്കുന്നതേയില്ല. Now, as I am going on with this teaching, just reflect or just try to find out what are the burdens that are trying to crumble you down. ഇനി ഇപ്പോൾ ഈ ഡിസ്കഷൻ ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ ഏതെല്ലാം ഭാരങ്ങളാണ് Yes. നിങ്ങളെ വല്ലാതെ തകർത്ത് കളയുന്നത്? Maybe it could be a relationship issue that is going on in your family between your son and daughter-in-law or daughter and son-in-law. ഒരു പക്ഷേ നിങ്ങളുടെ ഭവനങ്ങളിലുള്ള ചില പ്രത്യേക ബന്ധങ്ങളിലുള്ള ഭാരങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്. ഒരു പക്ഷേ മകനും മരുമകളും തമ്മിൽ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള വിള്ളലുകളാകാം. Or it could be a relationship issue that is going on between the mother-in-law and the daughter-in-law. അല്ലെങ്കിൽ ഏതെങ്കിലും അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ബന്ധത്തിലുള്ള ഉലച്ചിലുകളായിരിക്കാം. Any direction it can come. Something that is always nagging you, hurting you, burdening you. ഏത് ദിശയിലൂടെ വരുന്ന പ്രശ്നമാണെങ്കിലും അത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുകയും നിങ്ങളെ വല്ലാതെ മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ. But when the anointing oil comes on you, എന്നാൽ ദൈവത്തിന്റെ അഭിഷേകം നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ you will free yourself. നിങ്ങൾ നിങ്ങളെ തന്നെ സ്വതന്ത്രന്മാരായി തീരുകയാണ്. This burden will be thrown away. ഈ ഭാരങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണ്. Your shoulders will be free. നിങ്ങളുടെ തോളുകൾ ഫ്രീ ആവുകയാണ്. And because the yoke is destroyed, your neck will be free. നിങ്ങളുടെ ഈ നുകങ്ങൾ തകർക്കപ്പെട്ട് നിങ്ങളുടെ തോള് അല്ലെങ്കിൽ നിങ്ങളുടെ കഴുത്ത് ശരിയായ വിധത്തിൽ നിവരാൻ പോകുകയാണ്. When a huge burden is on you, heavy burden is on you, you cannot walk straight, you cannot walk properly. നിങ്ങളുടെ തോളിൽ ഒരു വലിയ ഭാരം ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ശരിയായ വിധത്തിൽ മുന്നോട്ട് നടക്കാൻ സാധ്യമല്ല. When you are yoked with something else, when your life is controlled by, you cannot straighten up, you cannot move around freely. ഏതെങ്കിലും ഒരു കാര്യത്തോട് നിങ്ങൾ നുകം വെച്ചിരിക്കുന്ന പോലെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് നിവരെ നിന്നുകൊണ്ട് നിങ്ങളുടെ സ്വതന്ത്രമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. Are you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? Because this is a heart dealing. കാരണം ഞാനിത് ഹൃദയത്തിൽ നിന്നാണ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്നത്. Today in this Morning Glory episode, something is happening. ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിൽ എന്തൊക്കെയോ സംഭവിക്കുകയാണ്. Because I can see the anointing oil being flowing into your life. കാരണം ദൈവത്തിന്റെ അഭിഷേക തൈലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു. When we read Isaiah 55 and verse number 22, യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വചനം നാം വായിച്ചാൽ it is actually a command. It says, cast your burden on the Lord. ഇത് ഒരു പ്രത്യേക കൽപ്പനയാണ്. അവിടെ പറയുന്നത് നിങ്ങളുടെ ഭാരം മുഴുവൻ കർത്താവിലേക്ക് ഇടുക. Hallelujah. ഹല്ലേലൂയ. So, are you ready for that? All the burdens that you are carrying, all of them, you can throw into the hands of the Lord. ഇന്ന് നിങ്ങൾക്കുള്ള സകല ഭാരവും ഇന്ന് കർത്താവിലേക്ക് ഇടുവാൻ നിങ്ങൾ തയ്യാറാണോ? Hallelujah. ഹല്ലേലൂയ. Now coming to Matthew chapter 11. ഇനിയിപ്പോൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Verses 28 up to 30. അതിന്റെ 11-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ള വേദവചനങ്ങൾ. This is an open invitation
by the Lord Jesus. കർത്താവായ യേശുവിന്റെ ഒരു തുറന്ന ക്ഷണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. And he says, "Come to me, all you who are weary and burdened, and I will give you rest." അവിടെ പറയുന്നത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ Yes. എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Take my yoke upon you and learn from me. I am gentle and humble in heart, and you will find rest for your souls. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, Yes. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. For my yoke is easy and my burden is light. അവിടെ അടുത്ത് എഴുതിയിരിക്കുന്നു, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. What a wonderful, comforting invitation from the Lord of all. കർത്താവിൽ നിന്ന് കിട്ടിയ എത്ര ആശ്വാസപ്രദമായിട്ടുള്ള ഒരു ക്ഷണമാണിത്. As I told you, this is an open invitation. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു തുറന്ന ക്ഷണമാണിത്. He's not inviting a particular class of people. ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ജനങ്ങളെ മാത്രമല്ല അവൻ ഇവിടെ ക്ഷണിക്കുന്നത്. He's not inviting the people of Israel. അല്ലെങ്കിൽ ഇസ്രായേലിലുള്ള ജനങ്ങളെ മാത്രമല്ല ഇവൻ വിളിക്കുന്നത്. He's not just inviting Christians. പകരം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മാത്രമല്ല അവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. And who is he inviting here? പകരം ഇവിടെ ആരൊക്കെയാണ് അവൻ ക്ഷണിക്കുന്നത്? All you who are weary and burdened. അവിടെ എഴുതിയിരിക്കുന്നു, അധ്വാനിക്കുന്ന എല്ലാവരും ഭാരം ചുമക്കുന്ന എല്ലാവരും. So in this invitation he has included all people carrying burdens in their life. ഈ ഒരു വേദഭാഗത്തിലൂടെ ലോകമെമ്പാട് ഭാരം ചുമക്കുന്ന അധ്വാനിക്കുന്ന എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണാം. All who are weary, they are tired, exhausted, all who are weak and weary, you are welcome. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വല്ലാതെ തളർന്ന് തകർന്ന് അല്ലെങ്കിൽ എന്താ പറയുക, വല്ലാത്ത അവശ്യ നിലയിലായി ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കർത്താവ് വിളിക്കുകയാണ്. Are you a weary person today? നിങ്ങൾ ഇപ്പോൾ അവശ്യ നിലയിലായിരിക്കുന്ന ഒരു Are you വ്യക്തിയാണ്. tired and exhausted? നിങ്ങൾ ഇപ്പോൾ ആകെ ക്ഷീണിച്ച് ഇരിക്കുന്ന ഒരു Are വ്യക്തിയാണോ? you weak? നിങ്ങൾ ഇപ്പോൾ ബലഹീനനായിരിക്കുന്ന Are you വ്യക്തിയാണോ? weak mentally? മാനസികമായി ബലഹീനനാണോ? Are you weak emotionally? അതുപോലെ വൈകാരിക മേഖലയിൽ Are you ബലഹീനനാണോ? weak physically? ശാരീരികമായിട്ട് ബലഹീനനാണോ? And you don't have a driving passion to move ahead in life. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുവാനുള്ള ഒരു പ്രേരക ശക്തി നിങ്ങൾക്ക് And ഇല്ലാത്തതുപോലെ heavy തോന്നുന്നു. responsibilities. അതുമാത്രമല്ല വളരെ കനത്ത ഉത്തരവാദിത്ത ഭാരങ്ങൾ, So many burdens. ഒത്തിരി ഭാരങ്ങൾ. Jesus says, "You're welcome. യേശു കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സ്വാഗതം. Come to me. എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. You're welcome. You come to me." നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. Hallelujah. ഹല്ലേലൂയ. What an invitation. എത്ര നല്ല മനോഹരമായ ഒരു ക്ഷണമാണിത്. And he says, "This is the offer. I will give you rest." അതുമാത്രമല്ല അവിടെ അവൻ നൽകുന്ന ഒരു ഓഫറും കൂടിയുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. Hallelujah. ഹല്ലേലൂയ. Billions of people in the world have no rest. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്ന് ആശ്വാസമില്ല. They are restless. അവർ ആശ്വാസമില്ലാത്തവരാണ്. Even when they are sleeping, they are restless. അവർ ഉറങ്ങുന്നുണ്ടെങ്കിൽ പോലും അവർ സത്യത്തിൽ ആശ്വാസമില്ലാതിരിക്കുകയാണ്. Even when they are joking and laughing, they are restless inside. അവർ ചിലർ തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും അകത്ത് അവർ ആശ്വാസമില്ലാത്തവരാണ്. Deep inside, they have no rest. ആന്തരികമായി അകത്തിന്റെ അകത്ത് അവർക്ക് ആശ്വാസം ഒട്ടുമേയില്ല. Now, when people are coming to Jesus with burdens and with a lot of yokes and weary, verse number 29, he is giving some instructions to them. He says, "Take my yoke upon you. Learn from me. I'm gentle and humble in heart, and you will find rest for your souls." ജീവിതത്തിൽ ഇത്തരത്തിൽ ഭാരങ്ങൾ എടുക്കുന്ന അധ്വാനിക്കുന്ന ബലഹീനരായിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് അടുത്ത 29-ാമത്തെ വചനത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. Hallelujah. Hallelujah. We saw in Isaiah 10:27 that when the anointing oil comes, the enemies, Satan's, the devil's yoke, all of the yokes
will be destroyed. ഐശയ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം 27-ാമത്തെ വചനത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ, ദൈവത്തിന്റെ അഭിഷേക തൈലം നമ്മുടെ മേൽ വരുമ്പോൾ ശത്രു, പിശാച്, ശത്രുവിന്റെ പ്രവർത്തനങ്ങളുടെ ഭാരങ്ങളുടെ നുകം തകർന്നു പോകും. But Jesus says, take my yoke. എന്നാൽ ഇവിടെ യേശു കർത്താവ് പറയുന്നത് നോക്കൂ, എന്റെ നുകം ഏറ്റെടുക്കുക. So he is replacing the devil's yoke with his yoke. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പിശാചിന്റെ നുകത്തെ മാറ്റിക്കൊണ്ട് യേശുവിന്റെ നുകം ഏറ്റെടുക്കുന്നതിനെ കുറിച്ചാണ്. What are the difference between the devil's yoke and Jesus' yoke? പിശാചിന്റെ നുകവും യേശുവിന്റെ നുകവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? Verse number 34, my yoke is easy and my burden is light. 30-ാമത്തെ വചനത്തിൽ അതിന്റെ ഉത്തരമുണ്ട്, എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. On the contrary, the devil's yoke is difficult, his burden is so heavy. ഇതിനെ തിരിച്ച് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ പിശാചിന്റെ നുകം എന്ന് പറയുന്നത് അത് ഒട്ടും, അത് വളരെ പരിവരുത്തതും അവന്റെ ചുമട് വളരെ എന്താ പറയാ, വളരെ ഭാരമുള്ളതുമാണ്. So take my yoke upon you. അതുകൊണ്ട് എന്റെ നുകം ഏറ്റെടുക്കുക. Learn from me. എന്നിൽ നിന്ന് പഠിക്കുക. Meaning I am the guru. കാരണം ഞാനാണ് നിങ്ങളുടെ ഗുരു. I am the master. ഞാനാണ് നിങ്ങളുടെ ഗുരു. I am the teacher. ഞാനാണ് നിങ്ങളുടെ യഥാർത്ഥ ഗുരു. I will train you. ഞാൻ നിങ്ങളെ I will പരിശീലിപ്പിക്കും. help you to learn how to live. എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കും. And he even describes his character traits. ഇപ്പോൾ തന്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങളെ കുറിച്ച് പോലും ഇവിടെ യേശു കർത്താവ് വെളിപ്പെടുത്തുകയാണ്. Jesus says, I am gentle. അവിടെ യേശു കർത്താവ് Humble in heart. യേശു കർത്താവ് അവിടെ പറഞ്ഞു, ഞാൻ സൗമ്യതയും അതുപോലെ താഴ്മയുമുള്ളവനാണ്. Hallelujah. ഹല്ലേലൂയ. The highest personality says, I am so humble and I am so gentle. ഇപ്പോൾ ഏറ്റവും ഉയർന്ന വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള വ്യക്തി പറയുകയാണ്, ഞാൻ ഏറ്റവും സൗമ്യതയും താഴ്മയുമുള്ളവൻ. Hallelujah. ഹല്ലേലൂയ. And what will be the result? You will find rest for your souls. ഇവിടെ അതിന്റെ ഉത്തരം എന്താണ്? നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കിട്ടും. Sometimes people wish rest in peace. ചില ആളുകൾ May God give rest for the soul. What is the meaning? After dying, let his soul find rest. Jesus is not talking about the rest that you are going to have after your life. This is about daily rest when you are living in this difficult world. ആമേൻ. സാധാരണ നമ്മൾ റെസ്റ്റ് ഇൻ പീസ് അല്ലെങ്കിൽ സമാധാനത്തിൽ വിശ്രാമം അല്ലെങ്കിൽ ആത്മാക്കൾക്ക് വിശ്രാമം എന്നുള്ള വാക്കുകളൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. അത് മരണശേഷം പറയുന്നൊരു വാക്കാണത്. യേശു കർത്താവ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ മരണത്തിന് ശേഷം ഒരു വിശ്രാമം കിട്ടും എന്നുള്ളതല്ല. അതിനപ്പുറം നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ജീവിതത്തിലെ വിവിധ ഉത്തരവാദിത്തങ്ങളിലൂടെ ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഒരു വിശ്രാമം, ഒരു ആശ്വാസം ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് യേശു കർത്താവ് പറയുന്നത്. Rest for your souls today. നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രാമം ഇന്നുണ്ടാവുകയാണ്. Rest for your souls now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രാമം ഉണ്ടാകട്ടെ. Hallelujah. ഹല്ലേലൂയ. We all are going through a lot of struggles in life. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നു പോകുന്നത്. Remember, usually a worldly warrior is not at rest. ഓർക്കുക, സാധാരണ രീതിയിൽ ഒരു ലോകപ്രകാരം ഒരു പടയാളി അയാൾ ഒരിക്കലും വിശ്രാമം എടുക്കുന്നില്ല. But the soldier of Jesus has inner rest. എന്നാൽ യേശു കർത്താവിന്റെ പടയാളിയെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് അകത്തെപ്പോഴും വിശ്രാമം ഉണ്ടായിരിക്കും. Hallelujah. ഹല്ലേലൂയ. You are a soldier of Jesus. നിങ്ങൾ യേശുവിന്റെ So പടയാളിയാണ്. even when you fight for many things in this life, even when you fight against the sins of the world, the devil or anything in this world, the principalities or the territorial spirits, when you are engaged in the spiritual warfare, even that time you will have an inner rest, because the gentle, humble Savior is giving you rest, blessed recreation inside of you. നിങ്ങൾ ഇന്ന് പൈശാചിക ശക്തികൾ അല്ലെങ്കിൽ മറ്റ് പീഡനങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ പ്രയാസങ്ങൾ, ഇതിൻ്റെയൊക്കെ നടുവിൽ ഒരുപക്ഷെ ഒരു വിശ്രാമം നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. പക്ഷേ ഈ അഭിഷേക തൈലം, യേശു കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ഈ വിശ്രാമം, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കർത്താവ് നൽകുകയാണ്. Shout hallelujah. ചേർന്നുറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാലും. I know I am speaking to your heart. ഞാൻ നിങ്ങളുടെ ഹൃദയത്തോടാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. Even I am not speaking
with my mouth, I am speaking from my heart to your heart. ഓർക്കുക, ഞാൻ എൻ്റെ വായിൽ നിന്നല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തോടെ, എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ And I am not സംസാരിക്കുന്നത്. speaking my words, I am speaking the word of God. ഞാൻ എൻ്റെ വാക്കുകളുമല്ല, ദൈവവചനമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. There are people with suicidal tendencies listening to me right now. ഇപ്പോൾ ആത്മഹത്യ പ്രവണതയുള്ള ആരൊക്കെയോ എന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. Today, Jesus is liberating you. ഇന്ന് യേശു കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കുകയാണ്. There are people going through internal conflicts, mental afflictions. അത് മാത്രമല്ല, മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികൾ. Jesus is liberating you right now. യേശു കർത്താവ് നിങ്ങളെ ഇന്ന് സ്വാതന്ത്ര്യമാക്കുകയാണ്. All the burdens in your life, the Lord is lifting away. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലുള്ള സകല ഭാരങ്ങളെയും കർത്താവ് ഇതാ എടുത്തുകൊണ്ടു പോവുകയാണ്. Even Jesus can solve your relationship issues. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ബന്ധങ്ങളിലുള്ള ചില പ്രശ്നങ്ങളെ പോലും യേശു കർത്താവിന് പരിഹാരം നൽകാൻ സാധിക്കും. Now listen to me. ഇപ്പോൾ ദയവായി എന്നെ ശ്രദ്ധിക്കുക. That debts that you have, that burden of debts 24/7, that debt is coming on you as a heavy weight. Even that debt, Jesus is going to pay off. ഓർക്കുക, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ വലിയ ഭാരത്തിന്റെ കടത്തിന്റെ ആ വലിയ ഭാരമുണ്ടല്ലോ, അത് യേശു കർത്താവ് ആ കടത്തിന്റെ ഭാരത്തെ പോലും അവൻ അതിന്റെ പണം കൊടുത്ത്, അല്ലെങ്കിൽ അത് അവൻ കൊടുത്തു വീട്ടിക്കഴിഞ്ഞു. Hallelujah. ഹല്ലേലൂയ. Shout hallelujah. ചേർന്നുറക്കൊരു ഹല്ലേലൂയ പറഞ്ഞാലോ. Can you just think this? God the Father gave Jesus Christ as the solution to all the human problems. ചിന്തിക്കുക, പിതാവാം ദൈവം യേശുവിനെ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. Jesus is the solution for your problems. യേശുവാണ് നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരകൻ. That is why Jesus is standing there with open wide arms and giving the open invitation to whole people in the whole world, carrying burdens and carrying different kinds of yokes in their lives. അതുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ കൈകൾ വിടർത്തിക്കൊണ്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, ഭാരങ്ങൾ അനുഭവിക്കുന്ന സകലരെയും ആശ്വാസത്തിന് വേണ്ടി തങ്കിലേക്ക് The ക്ഷണിക്കുന്നു. anointing on Jesus' life will liberate people from all kinds of yokes, and all the burdens will be lifted away. യേശുവിന്റെ മേലുള്ള അഭിഷേകത്തെ, ജനങ്ങളുടെ മേലുള്ള സകല നുകത്തെയും, Yes. അതുപോലെ ജനങ്ങളുടെ മേലുള്ള സകല ബന്ധനങ്ങളെയും അത് അഴിച്ചു മാറ്റി അവരെ I സ്വാതന്ത്ര്യമാക്കുകയാണ്. prophesy over you, change is coming. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ, മാറ്റങ്ങൾ വരികയാണ്. Jesus does not change, but he can change anything. യേശു കർത്താവ് മാറുന്നില്ല, എന്നാൽ അവന് ഏത് കാര്യത്തെയും മാറ്റുവാൻ He സാധിക്കും. is the same yesterday, today and forever. But Avan- he can change everything about you. എന്നാൽ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങളെ മാറ്റുവാൻ അവന് സാധിക്കും. The Spirit of the Lord is bringing a lot of people in front of you right now. ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒത്തിരി ആളുകൾ എൻ്റെ മുന്നിലേക്ക് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. People going through different situations in life. ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ചില അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ. And some people, they always feel a heavy weight always inside here, right down here. എന്നാൽ ചില ആളുകൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വല്ലാത്ത ഭാരം നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. I see like a bright hand coming and plucking away those burdens. എന്നാൽ ഇപ്പോൾ ഒരു വലിയ കരം വന്ന് ആ വേദനകളെ, ആ ഭാരങ്ങളെ മുഴുവൻ ആ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. You are set free in Jesus' name. യേശുവിൻ നാമത്തിൽ നിങ്ങൾ ഇപ്പോൾ സ്വാതന്ത്ര്യമായി. Hallelujah. ഹല്ലേലൂയ. Susmita, you are set free in Jesus' name. സുസ്മിത, ഇപ്പോൾ നിങ്ങൾ യേശുവിൻ നാമത്തിൽ In the സ്വാതന്ത്ര്യമായിരിക്കുന്നു. name of Jesus, receive your freedom. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ സ്വീകരിക്കുക. Benjamin, you are liberated right now. ബെഞ്ചമിൻ, ഇപ്പോൾ നിങ്ങൾ പരിപൂർണമായിട്ട് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Whoever you are, whatever your name is, whatever situation you are in, the power, the anointing oil of the Holy Spirit is coming on you right now.
be set free. ഇപ്പോൾ ഏത് തരത്തിലുള്ള അവസ്ഥയിലൂടെയാണ് പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക തൈലം ഇതാ നിങ്ങളുടെ മേൽ ഒഴുകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യം പ്രാപിക്കുക. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ All kinds of sicknesses be healed. എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറട്ടെ. And I can clearly tell you that many people are coming out of alcoholism, addiction to different kinds of spirits and alcoholism. Right now you are liberated. ഇപ്പോൾ അതുമാത്രമല്ല പല ആളുകളും മദ്യപാനത്തിന്റെ കെട്ടുകളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരികയാണ്. അത്തരത്തിലുള്ള ബന്ധനത്തിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിക്കുക. And the people are even coming out of wrong hooks, wrong traps, wrong relationships, ungodly relationships, ungodly associations, ungodly affiliations. എന്നാൽ പല ആളുകളും തെറ്റായ ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്നവർ, തെറ്റായ കുരുക്കുകളിൽ കിടക്കുന്നവർ, തെറ്റായ പലതിലും കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, ദൈവികമല്ലാത്ത ബന്ധങ്ങളിലായിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ നിന്ന് ആ വ്യക്തികൾ പുറപ്പെട്ടു വരികയാണ്, സ്വാതന്ത്ര്യമാവുകയാണ്. Receive your freedom now. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ സ്വീകരിക്കുക. Mental illness, the Holy Spirit is healing right now. മാനസികമായിട്ടുള്ള രോഗങ്ങൾ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഇതാ സൗഖ്യമാക്കുകയാണ്. Drug abuse, the Lord is taking you out of that. അതുപോലെ തന്നെ മയക്കുമരുന്നിന്റെ അബ്യൂസിലൂടെ പോകുന്ന ആളുകൾ ഇപ്പോൾ കർത്താവ് നിങ്ങൾ അതിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. Some of your lives are trapped by some vicious people. You are in the trap of some evil people. Recognize it right now and come out of that. Just like a bird is freeing itself from the snares of the fowler, you can come out. Hallelujah. ഇപ്പോൾ ചില വ്യക്തികൾ എന്തൊക്കെയോ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്ന, ദുഷ്കാര്യങ്ങൾ ചെയ്യുന്ന അത്തരത്തിലുള്ള ചില വ്യക്തികളുമായിട്ട് കുരുങ്ങിക്കിടക്കുന്ന, അത്തരത്തിൽ കെണിയിലായിരിക്കുന്ന ചില വ്യക്തികൾ പക്ഷി വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് പോലെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത്തരത്തിലുള്ള ചില വ്യക്തികൾ ആ കെണിയിൽ നിന്ന്, മനുഷ്യരുടെ ആ നിയന്ത്രണത്തിന്റെ കെണിയിൽ നിന്ന് അവർ പുറത്തു വരികയാണ്. In Jesus' name. യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. I'm going to give you a homework right now. ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തരാൻ പോകുകയാണ്. When we close this episode, നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ stand up on your feet. നിങ്ങളുടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുക. Throw your hands towards heaven. സ്വർഗ്ഗത്തിലേക്ക് കൈകൾ ഉയർത്തുക. And shout praises to the Lord. എന്നിട്ട് ഉറക്കെ കർത്താവിന് Thank him, worship him. അവന് ഹല്ലേലൂയ പറഞ്ഞ് നന്ദി പറയാൻ തുടങ്ങിയാൽ. Hallelujah. Hallelujah. Because the Lord is cladding you with the garment of praise. കാരണം സ്തുതി എന്ന മേലാട അവൻ നിങ്ങളെ അണിയിച്ചിരിക്കുകയാണ്. You're coming out of depression. ഇപ്പോൾ വിഷാദത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു You're വരികയാണ്. coming out of failure. നിങ്ങളുടെ പരാജയത്തിൽ നിങ്ങൾ പുറത്തു വരികയാണ്. Amen. Shout hallelujah. ആമേൻ പറഞ്ഞുകൊണ്ട് ഉറക്കെ ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? Brother, sister, write to me. ഈ സഹോദരന്മാരെ സഹോദരിമാരെ ദയവായി എനിക്ക് എഴുതുക. You will get my personal WhatsApp number. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ വാട്സ്ആപ്പ് നമ്പറാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. Write your prayer points. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുക. And whatever you're experiencing through these online services like Morning Glory or Healing Crusade or Sunday services and everything, whatever you experience, whatever the Lord is doing for you, whatever experiences you have, all your testimonials, you can write in details to me as text messages, or even you can send audio messages, short audio messages. നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഓൺലൈൻ സർവീസിലൂടെ, ഒരുപക്ഷെ മോർണിംഗ് ഗ്ലോറിയിലൂടെ, അല്ലെങ്കിൽ വൈകിട്ട് നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന സന്ദേശ പരമ്പര, അല്ലെങ്കിൽ സൺഡേസ് നടക്കുന്ന, അല്ലെങ്കിൽ ഫ്രൈഡേസ് നടക്കുന്ന ഈ ഓരോ ഓൺലൈൻ സർവീസിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓഡിയോ മെസ്സേജ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാൻ സാധിക്കും. Today is Friday. ഇന്ന് വെള്ളിയാഴ്ചയാണ്. This evening at 7 o'clock Indian Standard Time we are going to have global Zoom Healing Crusade. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നമുക്ക് ഗ്ലോബൽ Zoom Healing Crusade ഉണ്ട്. And you can come on Zoom or you can invite people to Zoom. നിങ്ങൾക്ക് സൂമിൽ വരാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സൂമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. And also you can watch it on YouTube and Facebook. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും കാണുവാനും സാധിക്കും. Let us worship the Lord. നമുക്ക് ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം.